ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SDA ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു വിജ്ഞാപനത്തെക്കുറിച്ചാണ്. SSLC യോഗ്യത മുതലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. കൂടാതെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്ക് സ്ഥിര നിയമനമാണ്. ഇതിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഡ്രാഫ്റ്റ്മാൻ, സൂപ്പർവൈസർ സ്റ്റോർ, സൂപ്പർവൈസർ സൈഫർ, ഹിന്ദി ടൈപ്പിസ്റ്റ്, ഓപ്പറേറ്റർ, ഇലക്ട്രീഷ്യൻ, വെൽഡർ, മൾട്ടി സ്കിൽഡ് വർക്കർ, കുക്ക് എന്ന പോസ്റ്റുകളിലേക്കാണ് ഏകദേശം 246 വേക്കൻസികൾ വരുന്നത്. ഓൾ ഓവർ ഇന്ത്യയാണ് ജോബ് ലൊക്കേഷനായി പറയുന്നത്. ഏകദേശം 18,000 മുതൽ 92,300 രൂപ വരെയാണ് ഇതിലേക്കുള്ള സാലറി പറയുന്നത്. ഇതിലേക്ക് ഓഫ്ലൈൻ വഴി ബൈ പോസ്റ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ ഫോം അയക്കേണ്ടത്. 2022 സെപ്റ്റംബർ 26-ാം തീയതിയെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം അവിടെ ചെല്ലുന്ന രീതിയിൽ വേണം പോസ്റ്റ് ചെയ്യാനായിട്ട്. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയുടെ അവസാന ഭാഗം പറയുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇനി ഇതിലേക്കുള്ള വേക്കൻസി ഡീറ്റെയിൽസ് കാറ്റഗറി വൈസ് നമുക്കൊന്ന് നോക്കാം. ഡ്രാഫ്റ്റ്മാൻ എന്ന പോസ്റ്റിലേക്ക് ആകെ മൊത്തം 14 വേക്കൻസികളാണ് പറഞ്ഞിരിക്കുന്നത്. ജനറൽ കാറ്റഗറിയിൽ നിന്നും 6 വേക്കൻസി, ST കാറ്റഗറിയിൽ നിന്നും 2 വേക്കൻസി, 5 വേക്കൻസിയാണ് OBC കാൻഡിഡേറ്റ്സിന് പറഞ്ഞിരിക്കുന്നത്. EWS 1 വേക്കൻസിയാണ്. സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ വകുപ്പിലേക്ക് 7 വേക്കൻസികളുണ്ട്. 5 വേക്കൻസി ജനറൽ കാറ്റഗറിക്കാണ്, ST 1 വേക്കൻസി, OBC 1 വേക്കൻസി. സൂപ്പർവൈസർ സ്റ്റോർ എന്ന തസ്തികയിലേക്ക് 13 വേക്കൻസി വന്നിട്ടുണ്ട്. 7 വേക്കൻസി ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ്, ST 1, OBC 4, EWS 1 വേക്കൻസി. സൂപ്പർവൈസർ സൈഫർ ടോട്ടൽ 9 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 4, SC കാറ്റഗറിക്ക് 2, ST കാറ്റഗറിക്ക് 1 വേക്കൻസി, OBC 2 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദി ടൈപ്പിസ്റ്റ് 10 വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. ജനറൽ കാറ്റഗറി 1, SC 4, ST 1, OBC 3, EWS 1 വേക്കൻസി. ഓപ്പറേറ്റർ കമ്മ്യൂണിക്കേഷൻ എന്ന തസ്തികയിലേക്ക് ടോട്ടൽ 35 വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. SC കാറ്റഗറിയിൽ നിന്നും 8 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. STയിലേക്ക് 4 വേക്കൻസി ഉണ്ട്. OBC 19 വേക്കൻസി, EWS 1 വേക്കൻസി. ഇലക്ട്രീഷ്യൻ എന്ന തസ്തികയിലേക്ക് 30 വേക്കൻസികളുണ്ട്. SC 7 വേക്കൻസി, ST 4 വേക്കൻസി, OBC 16 വേക്കൻസി, EWS 3 വേക്കൻസി. വെൽഡർ 24 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 12, SC കാറ്റഗറിക്ക് 7 വേക്കൻസി, ST കാറ്റഗറിക്ക് 3 വേക്കൻസി, EWS 2 വേക്കൻസി. മൾട്ടി സ്കിൽഡ് വർക്കർ ബ്ലാക്ക് സ്മിത്തിലേക്ക് 22 വേക്കൻസി വന്നിട്ടുണ്ട്. EWS 2, OBC 7 വേക്കൻസി ഉണ്ട്. ST 1 വേക്കൻസി, SC 3 വേക്കൻസി. ജനറൽ കാറ്റഗറിക്ക് 9 വേക്കൻസി. മൾട്ടി സ്കിൽഡ് വർക്കർ കുക്ക് എന്ന തസ്തികയിലേക്ക് 246 വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. 46 വേക്കൻസിയാണ് ജനറൽ കാറ്റഗറിക്ക്, SC 32, ST 31, OBC 123, EWS 14. ഇതിലേക്കുള്ള സാലറി ഡീറ്റെയിൽസ് പറയുന്നത്, ഡ്രാഫ്റ്റ്മാനിലേക്ക് സാലറി സ്കെയിൽ പറയുന്നത് ലെവൽ 5-ൽ 29,200 മുതൽ 92,300 രൂപ വരെയായിരിക്കും. സൂപ്പർവൈസർ 25,500, 81,100. സൂപ്പർവൈസർ സ്റ്റോർ 25,500, 81,100. സൂപ്പർവൈസർ സൈഫർ 25,500 മുതൽ 81,100 വരെയാണ്. ഹിന്ദി ടൈപ്പിസ്റ്റ് 19,900 മുതൽ 63,200 രൂപ വരെയാണ് സാലറി. ഓപ്പറേറ്റർ കമ്മ്യൂണിക്കേഷനും ഇതേ സാലറി തന്നെയാണ്. ഇലക്ട്രീഷ്യൻ, വെൽഡർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് ഇതേ സാലറി തന്നെയാണ്. മൾട്ടി സ്കിൽഡ് വർക്കർ പോസ്റ്റുകളിലേക്ക് 18,000 മുതൽ 56,900 രൂപ വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത്. ഇനി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി നോക്കാം. ഡ്രാഫ്റ്റ്മാൻ, സൂപ്പർവൈസർ സ്റ്റോർ, സൂപ്പർവൈസർ സൈഫർ, ഹിന്ദി ടൈപ്പിസ്റ്റ്, ഓപ്പറേറ്റർ, ഇലക്ട്രീഷ്യൻ, വെൽഡർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ 18 മുതൽ 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്.
മൾട്ടി സ്കിൽഡ് വർക്കേഴ്സിലേക്കാണ് 18 മുതൽ 25 വയസ്സ് വരെ പ്രായപരിധി പറയുന്നത്. യൂഷ്വൽ ഏജ് ലിമിറ്റ് ഇതിലും ഉണ്ടാകുന്നതാണ്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വയസ്സിൻ്റെ അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ ഉണ്ടാകുന്നതാണ്. OBCക്ക് 3 വയസ്സ്. ഡിസബിലിറ്റീസ് ജനറൽ കാറ്റഗറിക്ക് 10 വയസ്സാണ് പറയുന്നത്. SC/ST ഡിസബിലിറ്റീസ് കാൻഡിഡേറ്റ്സിന് 15 വയസ്സിൻ്റെയും OBC PWSന് 13 വയസ്സിൻ്റെയും ഏജ് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഡ്രാഫ്റ്റ്മാൻ എന്ന തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് +2 ആണ്. സയൻസ് സബ്ജക്റ്റ് എടുത്ത് +2 പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ 2 വർഷത്തെ ആർക്കിടെക്ചർ സർട്ടിഫിക്കറ്റ്, ഡ്രാഫ്റ്റ്മാൻഷിപ്പിൽ ആർക്കിടെക്ചർ സർട്ടിഫിക്കറ്റോ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ITI ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സൂപ്പർവൈസർ എന്ന തസ്തികയിലേക്ക് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. കൂടാതെ നാഷണൽ കാഡറ്റ് കോഴ്സ് B സർട്ടിഫിക്കറ്റ് ഉള്ള NCC B സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സൂപ്പർവൈസർ സ്റ്റോർ എന്ന തസ്തികയിലേക്കും ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. കൂടാതെ മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, ഇൻവെൻ്ററി കൺട്രോൾ, സ്റ്റോർ കീപ്പിംഗ് തുടങ്ങിയതിൽ പാസിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് എഞ്ചിനീയറിംഗ് സ്റ്റോഴ്സ് ഇൻ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ഏതെങ്കിലും എഞ്ചിനീയറിംഗ് സ്റ്റോഴ്സ് ഹാൻഡിൽ ചെയ്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ക്ലാസ് 1 കോഴ്സ് ഫോർ സ്റ്റോർമാൻ ടെക്നിക്കൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. സൂപ്പർവൈസർ സൈഫർ എന്ന പോസ്റ്റിലേക്കും ഡിഗ്രി തന്നെയാണ്. സയൻസിൽ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഹിന്ദി ടൈപ്പിസ്റ്റിലേക്ക് +2 ആണ് പറയുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഇതിൽ കമ്പ്യൂട്ടർ നോളജ് ആവശ്യമാണ്. ടൈപ്പിംഗ് സ്പീഡ് കമ്പ്യൂട്ടറിൽ പറയുന്നത് 30 വേർഡ് പെർ മിനിറ്റ് ആണ് ഹിന്ദി ആണെങ്കിൽ പറയുന്നത്. ഓപ്പറേറ്റർ കമ്മ്യൂണിക്കേഷൻ എന്ന തസ്തികയിലേക്ക് മെട്രിക്കുലേഷൻ ആണ് ക്വാളിഫിക്കേഷനായി പറയുന്നത്. അതോടൊപ്പം തന്നെ വയർലെസ് ഓപ്പറേറ്റർ റേഡിയോ മെക്കാനിക് സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് ആവശ്യമാണ്. അതേപോലെ ഡിഫൻസ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഫ്രം ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സിമിലർ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് പറയുന്നത്. അല്ലെങ്കിൽ ഹാവിങ് പാസസ് ക്ലാസ് 1 കോഴ്സ് ഫോർ വയർലെസ് ഓപ്പറേറ്റർ, കീബോർഡ് തുടങ്ങിയവയാണ് ക്വാളിഫിക്കേഷനായി പറയുന്നത്. ഇലക്ട്രീഷ്യനിലേക്കും മെട്രിക്കുലേഷൻ തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഓട്ടോ ഇലക്ട്രീഷ്യൻ സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യമാണ് എന്നുകൂടി പറയുന്നുണ്ട്. 1 വർഷത്തെ എക്സ്പീരിയൻസ്, ഇലക്ട്രീഷ്യനായിട്ട് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലേക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ക്ലാസ് 2 കോഴ്സ് പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് ആവശ്യമാണ്. വെൽഡർ എന്ന തസ്തികയിലേക്ക് SSLC തന്നെയാണ്. അതോടൊപ്പം തന്നെ വെൽഡർ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അല്ലെങ്കിൽ ഡിഫൻസ് ട്രേഡ് സർട്ടിഫിക്കറ്റാണ് ആവശ്യപ്പെടുന്നത്. ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട്, സിമിലർ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ. അതേപോലെ തന്നെ അതല്ലെങ്കിൽ ക്ലാസ് 2 കോഴ്സ് ഫോർ വെൽഡർ ആണ് ആവശ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റ്. മൾട്ടി സ്കിൽഡ് വർക്കർ എന്ന പോസ്റ്റിലേക്കും മെട്രിക്കുലേഷൻ തന്നെയാണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ ബ്ലാക്ക് സ്മിത്ത് അല്ലെങ്കിൽ ഫോറേജ് ടെക്നോളജി അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ടെക്നോളജി, അതല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ വർക്കർ സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ. അതുമല്ലെങ്കിൽ ക്ലാസ് 2 കോഴ്സ് ഫോർ ബ്ലാക്ക് സ്മിത്ത് ആണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഇതിലേക്ക് ഉണ്ടായിരിക്കുന്നതാണ്. മൾട്ടി സ്കിൽഡ് വർക്കർ കുക്ക് എന്ന പോസ്റ്റിലേക്കും SSLC ക്വാളിഫിക്കേഷനാണ്. SSLC ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊഫഷൻസി ഇതിലേക്ക് ആവശ്യമാണ്. ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിൽ തന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട്. ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. 50 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC/ST കാൻഡിഡേറ്റ്സ്, പിന്നെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും. ഇതിലേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം അയക്കേണ്ടത് പോസ്റ്റ് വഴിയാണ്. ആപ്ലിക്കേഷൻ്റെ ഫോർമാറ്റ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ആപ്ലിക്കേഷൻ്റെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. ആപ്ലിക്കേഷൻ ഫോം ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുകൂടി പ്രത്യേകം നോട്ടിഫിക്കേഷനിൽ ആപ്ലിക്കേഷൻ്റെ ഫോമിൻ്റെ മേലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്യുക. നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കേണ്ടത് എന്ന് ആദ്യം തന്നെ നിങ്ങളുടെ നെയിം ഓഫ് പോസ്റ്റാണ് പറയുന്നത്.
അതിൽ പിന്നെ സീരിയൽ നമ്പർ, പോസ്റ്റിൻ്റെ സീരിയൽ നമ്പറാണ് ചോദിക്കുന്നത്. അതിൽ എന്തായാലും നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. 3 മാസത്തിന് മുൻപ് 3 മാസത്തിനുള്ളിലെടുത്ത നിങ്ങളുടെ കളേർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫോട്ടോയുടെ സൈസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സൈസിലുള്ള ഫോട്ടോ നിങ്ങളിവിടെ അറ്റാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോയെ കവർ ചെയ്യുന്ന രീതിയിൽ സിഗ്നേച്ചറും ആവശ്യമാണ്. പിന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെന്ന് കൂടി എഴുതേണ്ടതുണ്ട്. നിങ്ങളുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജ്, അതേപോലെ തന്നെ നിങ്ങൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണോ, EWS ആണോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ നിങ്ങളുടെ പേരാണ് പറയുന്നത്, നെയിം ഓഫ് കാൻഡിഡേറ്റ്സ്. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ള അതേ പേര് തന്നെയാണ് എഴുതേണ്ടത്. കൂടാതെ നിങ്ങളുടെ അച്ഛൻ്റെ പേരാണ് എഴുതേണ്ടത്. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് എഴുതേണ്ടതുണ്ട്. അതിനുശേഷം വരുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അഡ്രസ്സാണ്, കറൻറ്റ് അഡ്രസ്സാണ് എഴുതേണ്ടത്. പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീ ഏത് രീതിയിലാണ് അടച്ചതെന്നാണ് ഇതിലേക്ക് ഈ ഒരു പേജിലേക്ക് വരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകേണ്ടത്. ഇനിയുള്ളത് കുറച്ച് yes or no ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിങ്ങൾ S ആണെങ്കിൽ S ടൈപ്പ് ചെയ്യുക, എസിൻ്റെ കോളത്തിൽ ടിക്ക് ചെയ്യുക. നോ ആണെങ്കിൽ നോയുടെ കോളത്തിൽ ടിക്ക് ചെയ്യാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എക്സ് സർവീസ്മാൻ്റെ മോനാണോ എന്നാണ് ചോദിക്കുന്നത്, സൺ ഓഫ് എക്സ് സർവീസ്മാൻ. അതുപോലെ തന്നെ GREFയിലുള്ള സെർവിങ് റിട്ടയർഡ് ആയിട്ടുള്ള ആളുടെ സണ്ണാണോ, അതുപോലെ ബ്രദറാണോ എന്നാണ്. കൂടാതെ നിങ്ങൾക്ക് NCC B സർട്ടിഫിക്കറ്റ്, C സർട്ടിഫിക്കറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പിന്നെ വരുന്നത് നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ്. പിന്നെ വരുന്നത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനാണ്. പിന്നെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റിയാണ് ഇനി വരുന്നത്. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടോ, ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടോ, മറ്റുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് എഴുതേണ്ടത്. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഇനിയുള്ളത് ഡിക്ലറേഷനാണ്. നെക്സ്റ്റ് പേജ് വരുന്നത് അഡ്മിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങളുടെ പേര്, സൺ ഓഫ്, ഹൗസ് നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ഇതിലേക്ക് വരുന്നത്. ഇനി വരുന്ന സർട്ടിഫിക്കറ്റ് SC/ST കാൻഡിഡേറ്റ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് പോസ്റ്റിലേക്കുള്ള സർട്ടിഫിക്കറ്റാണ്. ഇനി വരുന്ന സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ അതർ ബാക്ക്ഗ്രൗണ്ട് ക്ലാസ്സസിൽപ്പെട്ട കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള അപ്പോയിൻമെൻറ്റ് പോസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇനി വരുന്നത് എക്കണോമിക്കലി വീക്കറായിട്ടുള്ള സെക്ഷനിലുള്ള ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ അവർക്കുള്ള ഇൻകം അസറ്റ് സർട്ടിഫിക്കറ്റാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഒരു ഫോർമാലിറ്റിയാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്, സർട്ടിഫിക്കറ്റാണ് തന്നിരിക്കുന്നത്. ഇനി വരുന്നത് ഡിസേബിലിറ്റീസ് ഉള്ള ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അവർക്കുള്ള സർട്ടിഫിക്കറ്റ് ഏത് രീതിയിലായിരിക്കണമെന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിലാണ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോർമാറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ കൃത്യമായി തന്നെ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. പൂനെയിലുള്ള ക്യാമ്പിലായിരിക്കും എക്സാം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായി തന്നെ നോക്കിയിട്ട് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതെല്ലാം കൃത്യമായി വായിച്ച് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുകയുള്ളൂ. പുതിയൊരു